ഹലോ, ആമി ഹിയർ. ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കിയാലോ? എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണേ. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുഖം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കണം. അവരുമായിട്ട് പങ്കിട്ടിട്ടുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കണം. ഹാപ്പി ആയിട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? യൂണിവേഴ്സിനോട് 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴുള്ള അവരുടെ ഫീലിങ്സ് എന്താണ്? അതുപോലെ നിങ്ങളുടെ ബന്ധത്തിന് എന്താണ് ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത്? ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആയിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വാല്യൂ തരുന്ന വ്യക്തിയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം താൽക്കാലിക ബന്ധമായിട്ടല്ല അവർ കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് ബോണ്ടിങ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് അവരിതിനെ കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിലെ തടസ്സം എന്താണ്? ദ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിലെ വലിയ സ്നേഹത്തിൻ്റെ കുറവൊന്നുമില്ല. പരസ്പരം വളരെയേറെ സ്നേഹമുണ്ടായിട്ടും അത് തുറന്നു പറയാൻ മടിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ളത്. അതുകൊണ്ട് രണ്ടുപേരും ഇമോഷൻസ് ഉള്ളിൽ വെച്ച് പെരുമാറുന്നു. പിണങ്ങി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ആരാദ്യം അങ്ങോട്ട് പോയി മിണ്ടും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ. അപ്പോൾ ഈ ബ്ലോക്കേജ് മാറിക്കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത്? ദ ടവറാണ് വന്നിരിക്കുന്നത്. ഈ ബന്ധം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകും. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പഴയ തെറ്റിദ്ധാരണകളൊക്കെ മാറി ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനുള്ള സൊല്യൂഷൻ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ സൈലൻ്റ് ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് വളരെ എനർജറ്റിക്കായി ഫിയർലെസ്സായി ആക്ഷൻ എടുക്കണം. ടേക്ക് ആക്ഷൻ. എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഈ റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സാധ്യതയുണ്ട്. ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യതയുണ്ട്. ടേക്ക് ആക്ഷൻ. നിങ്ങൾക്ക് ഇത് റെസിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണേ. താങ്ക്